ഭയങ്കര വഴക്കാണ് കേട്ടോ. ഏകദേശം 1 മണിക്കൂറൊക്കെ നീണ്ടു നിന്ന വഴക്കാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ജാസ്മിൻ ഫുഡ് കഴിച്ചിട്ടില്ല. ജാസ്മിന് വേണ്ടിയിട്ടുള്ള ഫുഡ് അപ്സരയും ഗബ്രിയും കൂടെ എടുത്ത് മാറ്റി വെക്കുന്നു. ആ സമയത്ത് ജാസ്മിൻ സിബിന്റെ അടുത്ത് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നിട്ട് ഇവര് പോയി പറയുന്നുണ്ട്, അവരോട് ജാസ്മിൻ പറയുന്നത് എനിക്ക് ഫുഡ് വേണ്ടാന്ന്. പക്ഷെ എന്നിട്ട് ജാസ്മിന്റെ ഫുഡ് ഇവര് മാറ്റി വെക്കുകയാണ്, പുറത്താണ് ഫുഡ് കഴിക്കുന്നത്. ഇന്ന് രാവിലെ വരെ അത് അവിടെ തന്നെ ഇരുന്നു. ആ ഫുഡ് കേടായി പോയി. ഒരുപാട് ഫുഡ് ഐറ്റംസ് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത് പാഴാക്കിയത് ഇന്ന് കിച്ചണില് നമ്മുടെ പവർ ടീമിലെ മെമ്പറായിട്ടുള്ള നമ്മുടെ ജാൻമണിയും ക്യാപ്റ്റനായിട്ടുള്ള ജിൻഡോയും ചോദ്യം ചെയ്യുന്നു. ആ പേരും പറഞ്ഞ് തുടങ്ങിയ വഴക്കാണ്. അപ്പൊ ആദ്യം ഒരു വശത്ത് ജാസ്മിനോടാണ് ക്യാപ്റ്റൻ ചോദിച്ച് തുടങ്ങുന്നതെങ്കിലും അതിലേക്ക് പിന്നീട് ചെയ്യുമെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. ജാസ്മിൻ മാറി നിൽക്കുന്നത് ജിൻഡോയുടെ കേസ് പരിഗണിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അതൊരു ശരിയായ ഒഴുക്കമല്ല എന്നുള്ളത് വേറെ കാര്യം. ജാസ്മിനെ പ്രതിഷേധിക്കുമ്പോൾ തന്നെ അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് പ്രതിഷേധിക്കാം. എന്നാൽ ഒരു പക്ഷേ അവരെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. ഇതിപ്പോ അങ്ങനെയല്ല ചെയ്യുന്നത്. ഡ്യൂട്ടി ചെയ്യാതെയാണ് പ്രതിഷേധിക്കുന്നത്. ഡ്യൂട്ടി ചെയ്യാതെയുള്ള പ്രതിഷേധങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ജാസ്മിൻ ഭക്ഷണം കഴിക്കാത്തതാണ്. അതിന് പറയുന്ന റീസൺ ഇതാണ്, എന്നോട് കഴിക്കണ്ട എന്ന് പറഞ്ഞു. അതൊരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ജാസ്മിൻ ഗബ്രിയും ഗെയിം ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും ചേർന്ന് തങ്ങളെ ഒറ്റപ്പെടുത്തുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.